ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്കൊരു ഇങ്ങനത്തെ ഒരു കമ്പിൽ നിറയെ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വെച്ചു, ഷുഗർ. എന്നിട്ടൊരു ഉറുമ്പ് ഈ പഞ്ചസാര തിന്ന് ഇങ്ങനെ നടന്ന് പോവാണേ. അപ്പോൾ ഈ ഉറുമ്പ് എവിടുന്ന് എവിടം വരെ പോയി എന്നുള്ളത് ഞാൻ അളക്കണം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇവിടം വരെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ അളവെടുത്തു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആ ഉറുമ്പ് സഞ്ചരിച്ച ദൂരമാണ് ഞാൻ അളക്കുന്നത്, അല്ലേ? സോ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ചെറിയ ദൂരം ആയതുകൊണ്ട് നമുക്കൊരു സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റും. അതേസമയം നമ്മൾ കാറിലൊക്കെ പോവാണ്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് കാറെടുത്ത് എനിക്ക് സ്കൂൾ വരെ പോകണം. എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കുകയാണ് സ്കൂൾ വരെ. അപ്പോൾ അത് നല്ല ദൂരമാണ്. നമ്മളതിനെ കിലോമീറ്ററിലാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെ നമ്മൾ കാണാം? കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇതുണ്ട്, ഓഡോമീറ്റർ എന്ന് പറയും. അത് നമ്മൾ പറയും. അപ്പോൾ അതിലാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഖ്യ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് സംഖ്യകളുണ്ടാവും, ഒരുപാട് ഡിജിറ്റ്സ് ഉണ്ടാവും. അതിൽ ഓരോ ഡിജിറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മളവിടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിനെ നമ്മൾ കാണിക്കുന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഞാൻ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് അളക്കാൻ വേണ്ടി ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ മതി. ആ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് നമ്മൾ പഠിക്കുന്നത്. ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ SI യൂണിറ്റിനെ കുറിച്ച് പഠിച്ചതാണ്, അല്ലേ? ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് മറക്കണ്ട. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് ഉപയോഗിച്ച്. നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ നമ്മൾ ലോങ് ജമ്പ് ചെയ്യുകയാണ്, ഓടി വന്നിട്ട് ചാടുകയാണ്. അപ്പോൾ അവിടുത്തെ കോച്ച് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു സ്ഥലത്തു നിന്ന് ഒരു ടേപ്പ് ഇങ്ങനെ പിടിക്കും. ആ ടേപ്പ് ഇങ്ങനെ നേരെ ഇങ്ങനെ വലിച്ചു പിടിക്കും. എന്നിട്ട് പറയും ഇത്ര സെൻറ്റിമീറ്റർ ചാടി, അല്ലെങ്കിൽ ഇത്ര മീറ്റർ ആണ് ചാടിയത് എന്ന് ചിലപ്പോൾ കേൾക്കും. 2 മീറ്റർ ചാടി, 3 മീറ്റർ ചാടി, 5 മീറ്റർ ചാടി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ മാത്രമല്ല, മീറ്റർ SI യൂണിറ്റ് ആണെന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെറിയ യൂണിറ്റും വലിയ യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലത്തെ മീറ്റർ ഒക്കെ പഠിച്ചതാണ്. മീറ്ററിന് പകരം നമുക്ക് സെൻറ്റിമീറ്റർ എന്ന് പറയാം, അതേപോലെ മില്ലിമീറ്റർ എന്ന് പറയാം. ഇതൊക്കെ ചെറിയ യൂണിറ്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? വലിയ യൂണിറ്റ് ഏതാ? മീറ്ററിന്റെ കിലോമീറ്റർ എന്ന് പറയും. ഇതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെയാ പറയാം, അല്ലേ? ഇത്ര കിലോമീറ്റർ മാറിയാണെന്നാണ് പറയുന്നത്. അപ്പം അത്രയും കിലോമീറ്റർ പോയാൽ മാത്രമേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ചേർന്നാണ് 1 കിലോമീറ്റർ ആവുന്നത്. അപ്പം അത്രയും മീറ്റർ അത്രയും വലിയ വാല്യൂ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വണ്ടിയുടെയൊക്കെ ദൂരം പറയാൻ വേണ്ടി നമ്മൾ ആ ഒരു കിലോമീറ്റർ കണക്കിനാണ് നമ്മൾ പറയാറുള്ളത്. അത് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ നിങ്ങൾ നോക്കിയാൽ ഓഡോമീറ്റർ എന്ന് പറയും. ഈ കാണുന്നതല്ല നിങ്ങളുടെ, അത് സ്പീഡ് അളക്കുന്നതാണ്. എത്ര സ്പീഡിലാണ് പോകുന്നത് നമ്മളത് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ലാസ്റ്റ് ഡിജിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 9, 1 ആകും, 2 ആകും, 3 ആകും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോയിന്റാണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വെഹിക്കിൾസിന്റെ ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ അളക്കുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഓഡോമീറ്റർ എന്ന് പറയുന്നത്. ഡിവൈസ് ദാറ്റ് ഷോസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓഡോമീറ്റർ എന്ന് പറയുക. ഓക്കെ അല്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി നോക്കാം. ഒരു ട്രെയിന് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയിൽ നിന്നും ബി വരെ പോകാൻ എത്ര ദൂരം എന്നാണ് അവരൊരു ചോദിക്കുകയാണ്. എയിൽ നിന്ന് സി വരെ പോകാനുള്ള ദൂരം കാണിച്ചിട്ടുണ്ട്, ഡിയിലേക്കുള്ള ദൂരം കാണിച്ചിട്ടുണ്ട്, ഇയിലേക്കുള്ള ദൂരം കാണിച്ചിട്ടുണ്ട്, എഫിലേക്കുള്ള ദൂരം കാണിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് അവർ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇവിടെ നോക്കിയേ, പ്ലേസ്, അയാൾ ഇരിക്കുന്നത് എയിലാണ്, ട്രെയിൻ ഇരിക്കുന്നത് എയിലാണ്. അങ്ങനെയാണെങ്കിൽ എ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഇവിടെ കിലോമീറ്റർ ആണ് കേട്ടോ യൂണിറ്റ്. അപ്പോൾ കിലോമീറ്റർ തന്നെ എടുക്കാം. സോ എ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 0 കിലോമീറ്റർ എന്ന് പറയാം. എന്ത് പറയാം? 0 കിലോമീറ്റർ. കാരണം അത് അവിടെ സഞ്ചരിക്കുന്നില്ല, ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. ഇനി ബിയിലേക്ക് എത്തിയപ്പോഴോ, എയിൽ നിന്ന് ബി വരെ എത്തി. ബി വരെ എത്തിയപ്പോൾ എത്രയാണ്? 60 കിലോമീറ്റർ എന്ന് എഴുതാം. ഇനി എയിൽ നിന്നും സി വരെ എത്തി. അപ്പൊ ഇത്രയും മൊത്തം ദൂരം വേണം എടുക്കാൻ.
അപ്പൊ എനിക്ക് 110 കിട്ടും. 110 കിലോമീറ്റർ എന്ന് എഴുതണം. ഡി വരെ, എയിൽ നിന്ന് ഡി വരെ ആണെങ്കിൽ അത് 150 കിലോമീറ്റർ ആണ് ആ ട്രെയിൻ സഞ്ചരിച്ചത് എന്ന് പറയാം. ഈ വരെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചു, അത് 250 കിലോമീറ്റർ ആണ് എന്ന് പറയാം. പറഞ്ഞൂടെ? അടുത്ത എഫ് വരെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയാണ്, അത് 320 കിലോമീറ്റർ ആണ് എന്നും പറയാം. ഓക്കെ അല്ലേ?